ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കോഴിയുടെ ശരീരത്തിൽ സർജറി ചെയ്തു പഠിക്കുന്ന മേരി എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. സർജനാവാൻ ഏറെ ആഗ്രഹിച്ചിരുന്നവൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് പ്രൊഫസർ ലിയോൺ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുകയും ഇത് കണ്ട് ക്ഷുഭിതനായ അദ്ദേഹം അവളോട് കടുകട്ടിയായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. വളരെ ബുദ്ധിമതിയായിരുന്ന മേരി അതിനെല്ലാം നിഷ്പ്രയാസം തന്നെ ഉത്തരം നൽകി. ക്ലാസ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ പ്രതി അവൾ ആ പ്രൊഫസറോട് ക്ഷമാപണം നടത്തിയിരുന്നു. പിന്നീട് അവളുടെ ഫോൺ സംഭാഷണത്തിൽ നിന്നും അവൾ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പ്രൊഫസർ ലിയോണിനെ മനസ്സിലായി. പഠിക്കുവാനായി പണം ആവശ്യമാണ്. പക്ഷേ കടം കൊടുക്കാനുള്ളവരുടെ ഫോൺ കോളുകൾ കൂടിയതോടെ പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് അവൾ തീരുമാനിച്ചു. ഇൻ്റർനെറ്റിൽ ഏറെ പരിധിയെങ്കിലും നല്ലൊരു ജോലി കണ്ടെത്തുവാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒരു ജോലി അനിവാര്യമാണ്. അപ്പോഴാണ് ഒരു ഡാൻസ് ബാറിലെ വേക്കൻസി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ എത്തുന്നവർക്ക് മുന്നിൽ ഡാൻസ് കളിക്കുന്നതായിരുന്നു ആ ജോലി. ഗത്യന്തരമില്ലാതെ അവൾ ആ ജോലിക്ക് അപ്ലൈ ചെയ്തു. പിന്നീട് ഇൻ്റർവ്യൂവിനായി മേരി ആ ഡാൻസ് ബാറിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയവൾ ഡാൻസ് ബാറിൻ്റെ ഓണറെ കണ്ടു. അവളുടെ റെസ്യൂം വായിച്ചതോടെ അവളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. ശരീരഭംഗി പരിശോധിക്കാനായി അയാൾ അവളോട് അവളുടെ മേൽവസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെട്ടു. പഠിക്കാൻ പണം ആവശ്യമുള്ളതിനാൽ മനസ്സില്ല മനസ്സോടെ അവളതിന് തയ്യാറായി. പെട്ടെന്നാണ് അയാളുടെ ബോഡി ഗാർഡ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി എന്തോ ഒരു അർജൻറ്റ് കാര്യത്തിനായി അയാളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. ഉടനെ തന്നെ മേരിക്കരിയിലേക്ക് തിരിച്ചെത്തിയ അയാൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സർജറി ചെയ്യാനാകുമോ എന്ന് അവളോട് ചോദിച്ചു. $5000 ഞാൻ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞതോടെ പണത്തിനു വേണ്ടി മേരി അതിന് സമ്മതം മൂളി. ശേഷം അയാൾ അവളെ ഇരുട്ട് നിറഞ്ഞ അവരുടെ രഹസ്യമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മാരകമായ പരിക്കുകളോടെ മൃതപ്രാണനായി ഒരു മനുഷ്യന് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടിപിടി നടക്കുന്നത് പതിവാണെന്നും ഇതെങ്ങനെ സംഭവിച്ചതാണെന്നും ബാർ ഓണർ മേരിയോട് പറഞ്ഞു. ഈ ഒരു ഭീകരമായ കാഴ്ച കണ്ട് ഭയന്ന് ഉറച്ചെങ്കിലും പൈസയ്ക്ക് വേണ്ടി അവൾ അയാളുടെ മുറിവുകൾ തുന്നിക്കെട്ടി. ശേഷം കിട്ടിയ പണവുമായി അവൾ വേഗത്തിൽ വീട്ടിലേക്ക് പാഞ്ഞു. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് അവൾക്ക് അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ പരിചിതമില്ലാത്ത നമ്പറിൽ നിന്നും അവൾക്കൊരു ഫോൺ കോൾ വന്നു. ഡോക്ടർ മേരിയാണോ എന്ന് ചോദിച്ച് ബീട്രസ് എന്നൊരു യുവതിയായിരുന്നു അവളെ വിളിച്ചിരുന്നത്. ഞാൻ ഡോക്ടറല്ലെന്നും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണെന്നും അവൾ മറുപടി നൽകി. എന്നാൽ അപ്പോഴേക്കും ബീട്രസ് മേരിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ശരീരത്തിൽ ഒരുപാട് പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു കൂട്ടിയിരുന്ന അവളുടെ മുഖം ഒരു പാവയുടേതിന് സമാനമായിരുന്നു. ആ ഡാൻസ് ബാറിൽ ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് തൻ്റെ നമ്പറും അഡ്രസ്സും കിട്ടിയതെന്ന് ബീട്രസ് മേരിയെ അറിയിച്ചു. എൻ്റെ കൂട്ടുകാരിയായ റൂബിക്ക് ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മോഡിഫിക്കേഷൻ വരുത്തണമെന്ന ആഗ്രഹമുണ്ട്. മെഡിക്കൽ സ്റ്റുഡൻ്റായ നിനക്ക് അതിന് സാധിക്കും. കാരണം നീ വളരെ ബുദ്ധിമതിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബീട്രസ് മേരിക്കു നേരെ പണം വെച്ചു നീട്ടി. തൻ്റെ കടുത്ത ദാരിദ്ര്യം മൂലം മേരി അതിനും സമ്മതം മൂളി. ഇത് കേട്ടതോടെ ബീട്രസിന് സന്തോഷമായി. തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ സർജിക്കൽ ഉപകരണങ്ങളുമായി മേരി ബീട്രസിൻ്റെ പക്കലേക്ക് ചെന്നു. പിന്നീട് മേരി റൂബിയെ കണ്ട് ഈ ഒരു സർജറി ചെയ്യുന്നത് അവളുടെ പൂർണ്ണ അനുവാദത്തോടു കൂടി തന്നെയാണെന്ന് ഉറപ്പുവരുത്തി. അവളുടെ മുഖവും സർജറി ചെയ്ത് ഒരു പാവയ്ക്ക് സമാനമായിരുന്നു. ശേഷം മേരി റൂബി പറഞ്ഞത് പ്രകാരം അവളുടെ പല സ്വകാര്യ ഭാഗങ്ങളും ശസ്ത്രക്രിയ ചെയ്ത് രൂപമാറ്റം വരുത്തി. താനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം മറ്റാരും അറിയരുതെന്ന് മേരി ബീട്രസിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അതിനുശേഷവും പതിവ് പോലെ മേരി കോളേജിലേക്ക് പോയി. പ്രാക്ടീസിങ്ങിൻ്റെ സമയത്ത് കോംപ്ലിക്കേറ്റഡായ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സീനിയർ ഡോക്ടർ തിരഞ്ഞെടുത്തിരുന്നതും മേരിയെ തന്നെയായിരുന്നു. കാരണം അവൾ അത്രയും ഇൻ്റലിജൻ്റായ ഒരു വിദ്യാർത്ഥിനിയാണ്. മിടുക്കിയും സുന്ദരിയുമായിരുന്നവളെ പ്രൊഫസർ ലിയോണിനും സീനിയർ ഡോക്ടർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനിന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സിനെയെല്ലാം ക്ഷണിച്ച് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും മേരിയും അതിൽ പങ്കെടുക്കണമെന്നും സീനിയർ ഡോക്ടർ മേരിയോട് പറഞ്ഞു. ഇത് കേട്ടതോടെ അവൾക്ക് ഒരുപാട് സന്തോഷമായി. കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ മേരിയെയും കാത്ത് ബീട്രസ് വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കൂട്ടുകാരിക്ക് ആ സർജറി ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞുകൊണ്ട് റൂബി കൊടുത്തയച്ചിരുന്ന സമ്മാനം അവൾ മേരിക്ക് കൈമാറി. തനിക്ക് ഗിഫ്റ്റായി കിട്ടിയിരുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് മേരി പാർട്ടിക്ക് പോകാനായി റെഡിയായിരിക്കുകയാണ്. ഈ നേരത്താണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തിരുന്ന റൂബിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ അവൾ നെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മേരിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതൊന്നും മേരിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അന്നു രാത്രിയിൽ മേരി സീനിയർ ഡോക്ടറുടെ പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയി. അവിടെ അവളെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസറായ ലിയോണും ഉണ്ടായിരുന്നു. അയാൾ
ഒരു ഡ്രിങ്ക്സ് അവൾക്ക് നേരെ നീട്ടി. എന്നാൽ അത് കഴിച്ചതോടെ അവൾ ബോധരഹിതയായി. സീനിയർ ഡോക്ടറും പ്രൊഫസർ ലിയോണും ചേർന്ന് അവളെ കൊടുക്കാനായി വെച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ ഒരു പാർട്ടി. ചതിയനായി ലിയോൺ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അവൻ അവിടെ ഇട്ടവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ്. ഈ ഒരു മൃഗീയമായ പീഡനം അവൻ തൻ്റെ ഡിജിറ്റൽ ക്യാമറയിലും റെക്കോർഡ് ചെയ്തിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായ മേരിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്നുള്ളൊരു ധൈര്യം ലിയോണിനുണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിസ്സഹായ അവസ്ഥയോടെ അവൾ അവിടെ നിന്നും പടിയിറങ്ങി. ഗുരുതുല്യനായ പ്രൊഫസർ ലിയോൺ തന്നോട് ചെയ്ത ആ ക്രൂരമായ സംഭവത്തോടെ അവൾ പഠനത്തെ തന്നെ വെറുത്തുപോയിരുന്നു. തന്നെ ചതിച്ച ആ നീചന്മാരോട് പ്രതികാരം ചെയ്യണമെന്ന് തന്നെ മേരി തീരുമാനിച്ചു. അതിനായി അവൾ താൻ മുൻപ് സഹായിച്ചിരുന്ന ആ ബാർ ഓണറുടെ പക്കലേക്കെത്തി. അങ്ങനെ അയാൾ പ്രൊഫസർ ലിയോണിനെ തട്ടിക്കൊണ്ടുവന്നു. താമസിയാതെ തന്നെ മേരി അങ്ങോട്ടേക്കെത്തി. അനധികൃത സർജറി ചെയ്ത് അവൾക്ക് കിട്ടിയിരുന്ന പണമെല്ലാം പ്രതിഫലമായി അവൾ ആ ബാർ ഓണർക്ക് നൽകി. നിങ്ങൾ പോയിട്ട് നാളെ കാലത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മേരി ഓണറെയും ഗാർഡിനെയും പറഞ്ഞയച്ചു. ശേഷം തൻ്റെ സർജിക്കൽ ആയുധങ്ങളും എടുത്ത് അവൾ ബന്ദിയാക്കിയിരുന്ന പ്രൊഫസർ ലിയോണിൻ്റെ പക്കലേക്ക് നീങ്ങി. പിന്നീട് അവൾ തന്നോട് നുണ പറഞ്ഞിരുന്ന അയാളുടെ നാവ് പിഴുതെടുത്തു. ശേഷം അയാളുടെ ശരീരഭാഗങ്ങളെല്ലാം ഓരോന്നായി മുറിച്ചെടുത്ത് വളരെ ക്രൂരമായി തന്നെ അവൾ അയാളെ കൊലപ്പെടുത്തി. പാർട്ടിയിൽ വെച്ച് നടന്നിരുന്ന ആ ക്രൂരമായ സംഭവം മേരിയെ മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. പണത്തിനു വേണ്ടി അനധികൃതമായ മോഡിഫിക്കേഷൻ സർജറികൾ ചെയ്യുന്നത് മേരി ഒരു ജോലിയാക്കിയെടുത്തു. അതുവഴി അവൾ ഒരുപാട് പണം സമ്പാദിക്കുവാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ പ്രൊഫസർ ലിയോണിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മേരിയെ കാണാനെത്തി. അയാൾ ആവർത്തിച്ചു ചോദിച്ചിട്ടും തനിക്കൊന്നും അറിയില്ലെന്നു മാത്രമായിരുന്നു മേരിയുടെ മറുപടി. അതോടെ സംശയഭാവത്തോടെ ആ പോലീസുകാരൻ മടങ്ങിപ്പോയി. പിന്നീട് ബീട്രസ് വീണ്ടും മേരിയെ വന്ന് കണ്ടു. ഇരട്ടകളായ 2 യുവതികളുണ്ട്. അവർക്ക് അവരുടെ കൈകൾ പരസ്പരം മാറ്റിവെക്കണം. ഒരുപാട് പണം ലഭിക്കുന്ന കാര്യമാണെന്ന് ബീട്രസ് മേരിയോട് പറഞ്ഞു. ചതിയനായ ആ സീനിയർ ഡോക്ടറെ ഇനിയും പിടികൂടിയിട്ടില്ല. അതിന് ഒരുപാട് പണം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ വെല്ലുവിളി നിറഞ്ഞ ഈ ഒരു സർജറിയും മേരി സധൈര്യം ഏറ്റെടുത്തു. യുവതികൾ മേരിയെ വന്ന് കാണുകയും അവൾക്ക് വലിയൊരു തുക അതിനായി നൽകുകയും ചെയ്തു. പിന്നീട് മേരി സർജറി ചെയ്ത് വിജയകരമായി തന്നെ അവരുടെ കൈകൾ പരസ്പരം മാറ്റിവെച്ചു. പണം കയ്യിലെത്തിയതോടെ വീണ്ടും മേരി ഡാൻസ് ബാറിൻ്റെ ഓണറെ കാണാനെത്തി. പോലീസ് തന്നെ ചോദ്യം ചെയ്തെന്നും എത്രയും വേഗം സീനിയർ ഡോക്ടറെ കിഡ്നാപ്പ് ചെയ്യണമെന്നും അവൾ അയാളോട് പറഞ്ഞു. അതനുസരിച്ച് ആ ബാർ ഓണർ സീനിയർ ഡോക്ടറെ തട്ടിക്കൊണ്ടുവന്നു. മേരിക്ക് ഇവരോടുള്ള പകയുടെ കാരണമറിയാൻ അയാൾ ആ സീനിയർ ഡോക്ടറെ ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ അവരെടുത്തിരുന്ന ആ വീഡിയോ ക്ലിപ്പ് ബാർ ഓണർക്ക് ലഭിച്ചു. മൃഗീയമായ ആ പീഡനം കണ്ട ബാർ ഓണറും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും മേരി സീനിയർ ഡോക്ടറെ പൂട്ടിയിട്ടിരുന്ന ആ രഹസ്യത്താവളത്തിലേക്ക് എത്തിയിരുന്നു. അവൾ വളരെ മൃഗീയമായി തന്നെ സീനിയർ ഡോക്ടറുടെ 2 കൈകളും കാലുകളും ഛേദിച്ച് കളഞ്ഞ് അയാളെ ഒരു ഹുക്കിൽ കൊളുത്തിയിട്ടു. ശേഷം അവർ ചെയ്തതുപോലെ തന്നെ അയാളുടെ ദയനീയമായ അവസ്ഥ ക്യാമറയിൽ പകർത്തുകയാണ്. പക്ഷേ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയിരുന്ന ഒരു ഡിറ്റക്റ്റീവ് മേരിയെ അടിച്ചു വീഴ്ത്തി. ശേഷം അയാൾ സീനിയർ ഡോക്ടറെ ഹുക്കിൽ നിന്നും താഴേക്കിറക്കി. എന്നാൽ ഈ നേരത്ത് കലിപ്പൂണ്ട് കിടന്നിരുന്ന മേരി ഡിറ്റക്റ്റീവിനെ കുത്തിവീഴ്ത്തുകയും അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു തക്കത്തിന് കൈകാലുകൾ നഷ്ടപ്പെട്ടിരുന്ന സീനിയർ ഡോക്ടർ ഇഴഞ്ഞു നീങ്ങി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഇതു കണ്ട മേരി അങ്ങോട്ടേക്ക് എത്തുകയും അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് മറ്റൊരു സംഭവം അരങ്ങേറിയത്. ഏറെ കാലത്തിനു ശേഷം റൂബിയുടെ ഭർത്താവ് അവളെ കാണാനായി വരികയാണ്. പക്ഷേ സർജറി ചെയ്ത് രൂപമാറ്റം വരുത്തിയിരുന്ന അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ കണ്ട് അയാൾ പ്രകോപിതനായി. അതിനാൽ തന്നെ ഇത് ചെയ്തവരോട് അടങ്ങാത്തൊരു പക അയാളുടെ മനസ്സിൽ ഉടലെടുത്തു. പക്ഷേ ഈ കാലഘട്ടത്തിൽ മോഡിഫിക്കേഷൻ സർജറികൾ ചെയ്ത് മേരി ഒരുപാട് പണമുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോൾ വീണ്ടും അവളെ തേടിയെത്തുന്നത്. ഉടൻ തന്നെ അവൾ തൻ്റെ ക്ലയൻറ്റുകളെ പുറത്താക്കുകയും സർജറി റൂം അടച്ചുപൂട്ടുകയും ചെയ്തു. താമസിയാതെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവളെ തേടി വീട്ടിലേക്കെത്തി. അവിടെ മുഴുവൻ നിരീക്ഷിച്ച അയാൾ സീനിയർ ഡോക്ടറെ കാണാനില്ലെന്നുള്ള വിവരം മേരിയോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു തക്കത്തിന് അയാൾക്ക് കുടിക്കുവാനുള്ള വെള്ളത്തിൽ മേരി വിഷം കലർത്തിയിരുന്നു. ശേഷം അവൾ അത് അയാൾക്ക് നൽകി. കാര്യങ്ങളെല്ലാം എനിക്കറിയാം. സീനിയർ ഡോക്ടറും പ്രൊഫസർ ലിയോണും
നീചന്മാരായ വ്യക്തികളാണ്. സത്യത്തിൽ നീയാണ് ഇര. നിനക്കാണ് നീതി കിട്ടേണ്ടത്. അതിനാൽ തന്നെ മേരിയെ അറസ്റ്റ് ചെയ്യാൻ ആ പോലീസുകാരൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലവനായ പോലീസുകാരനെ കൊല്ലാൻ മേരിക്ക് മനസ്സ് വന്നില്ല. ഉടനെ തന്നെ അവൾ വിഷം കലർത്തിയിരുന്ന ആ വെള്ളം മാറ്റി നല്ല വെള്ളം അവൾ അദ്ദേഹത്തിന് കുടിക്കാൻ നൽകി. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം രാത്രിയിൽ മേരിക്കൊരു ഫോൺ കോൾ വന്നു. മൃതപ്രാണയായി കിടന്നിരുന്ന ബീട്രസ് ആയിരുന്നു അത്. റൂബിയുടെ ഭർത്താവ് എന്നെ മർദ്ദിച്ച് അവശയാക്കി അവളെ സർജറി ചെയ്തിരുന്ന നിന്നെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയെന്നും അവൻ നിന്നെ കൊല്ലാനായി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നും ബീട്രസ് മേരിയോട് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും റൂബിയുടെ ഭർത്താവ് മേരിയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയും അവളുടെ ശരീരത്തിൽ ആഴത്തിൽ കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തിരുന്നു. മാരകമായി മുറിവേറ്റെങ്കിലും മേരി അയാളെ പ്രതിരോധിക്കുകയും അയാളുടെ കഴുത്തിൽ കടിച്ച് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ആഴത്തിലുണ്ടായിരുന്ന അവളുടെ മുറിവിൽ നിന്നും രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അവൾ തൻ്റെ സർജറി റൂമിലേക്ക് പതിയെ പതിയെ ഇഴഞ്ഞു നീങ്ങി. ശേഷം കയ്യിൽ കിട്ടിയ തൻ്റെ സർജിക്കൽ ഉപകരണങ്ങളെടുത്ത് അവൾ തൻ്റെ മുറിവ് സ്വയം തുന്നിക്കെട്ടുകയാണ്. അല്പസമയത്തിനു ശേഷം പോലീസ് അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവിടെ കൊല്ലപ്പെട്ട നിലയിൽ റൂബിയുടെ ഭർത്താവിൻ്റെ ശരീരം പോലീസ് കണ്ടെത്തി. അവിടുത്തെ ഡോക്യുമെൻറ്റുകളിൽ നിന്ന് മേരി നടത്തിയിരുന്ന കൊലപാതകങ്ങളും മോഡിഫിക്കേഷൻ ശസ്ത്രക്രിയകളുടെ വിശദാംശങ്ങളും പോലീസ് കണ്ടെത്തി. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന രക്തക്കറ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൻ്റെ പുറകെ പോയ അയാൾ അദാരുണമായ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. രക്തം വാർന്ന് മേരി മരിച്ചു കിടക്കുന്ന ദയനീയമായൊരു കാഴ്ചയായിരുന്നു അത്. അവളൊരു പാവമായിരുന്നെന്നും അവളെ ഈ സ്ഥിതിയിലെത്തിച്ചത് നമ്മുടെ സമൂഹം തന്നെയാണെന്നും ആ പോലീസുകാരനെ അറിയാമായിരുന്നു. മേരി മരിച്ചു കിടക്കുന്ന ഈ ഒരു രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.